ഉപ്പ് കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ കിഡ്നിക്ക് പ്രശ്നം ഉണ്ടാവുന്ന കുറെ പേർക്ക് സംശയം വരും. ഉപ്പ് നല്ലൊരു സാധനമല്ല. എന്തായാലും ഉപ്പ് കൂടുന്നതനുസരിച്ച് കിഡ്നി ഡിസീസും ഹൃദ്രോഗം എല്ലാം കൂടുതൽ തന്നെയാണ്. സോൾട്ട് ഇൻടേക്ക് കൂടുന്നോ അതൊക്കെ ഹൈ റിസ്ക് ഫാക്ടർ തന്നെയാണ്. ഫോർ കിഡ്നി ഡിസീസ്, ഫോർ ഹാർട്ട് ഡിസീസ് എല്ലാത്തിനും റിസ്ക് ഫാക്ടർ തന്നെയാണ് ഉപ്പ് കൂടുന്നത്. പിന്നെ നമ്മൾ പല പേഷ്യൻസിനോട് നമ്മൾ കിഡ്നി ഡിസീസ് വന്നതിന് ശേഷം നമ്മൾ എന്തായാലും ഉപ്പ് റെസ്ട്രിക്ട് ചെയ്യാൻ പറയും. ഉപ്പ് ഒരു മെയിൻ ഫാക്ടറാണ്, കിഡ്നി ഡിസീസ് ഉണ്ടാക്കാനുള്ള ഒരു മെയിൻ ഫാക്ടറാണ്. ഒരു രസകരമായ കമ്പാരിസൺ പറഞ്ഞു. ഒരു പ്രഷറുള്ള ആള് ഉപ്പ് കഴിയും, സാധാരണ ഉപ്പിടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഈ ഏരിയയിൽ ഉപ്പ് ഇല്ലാത്തവർ വളരെ കുറവാണ്. അപ്പോൾ ഓരോരോ നുള്ള് ഉപ്പിടുമ്പോൾ ഓരോരോ ഗ്രൂപ്പ് ഓഫ് BP-യുടെ മരുന്ന് കൂട്ടുക ചെയ്യുക. അത്ര വേണ്ടി വരും, അത്ര പവർഫുൾ ആണ് ഉപ്പ്. സോ നിങ്ങളിപ്പോ ഒരു നുള്ളു ഉപ്പിട്ടു, 2 ഡ്രഗായി. 2 നുള്ളിട്ടു, ശരിയായിട്ട് 3 ഡ്രഗായി. അപ്പോൾ മരുന്ന് കുറയ്ക്കണമെങ്കിൽ ഉപ്പ് കുറച്ചാലേ ഈ ഡ്രഗ് ആക്ട് ചെയ്യുള്ളൂ. അവിടെയാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം. പലവരും പറയും സാറേ 5 മരുന്നാണ്. 5 മരുന്ന് എത്തിക്കുന്നത് നമ്മുടെ ഭക്ഷണമാണ് 5ലേക്ക് എത്തിക്കുന്നത്. ഉപ്പിന് നല്ലൊരു റോളുണ്ട്. ഏത് പിന്നെ ആൾക്കാർ കിഡ്നി ഫെയിലിയർ ആകുമ്പോൾ സാർ എന്നാൽ ഇന്ദുപ്പ് കഴിച്ചോട്ടെ ചോദിക്കും. ഇന്ദുപ്പ് പറഞ്ഞാൽ പൊട്ടാസ്യമാണ്. സോ കിഡ്നി ഫെയിലിയറിൽ ഓൾറെഡി പൊട്ടാസ്യം കൂടി നിന്ന് കിഡ്നിക്ക് പുറത്തേക്ക് കളയാൻ പറ്റാത്ത സാഹചര്യത്തിൽ അതും കൂടി കഴിച്ചാൽ ഇന്ദുപ്പ് കഴിക്കുക. അപ്പോൾ പൊട്ടാസ്യം കൂടി കഴിച്ചാൽ പെട്ടെന്ന് സഡൻ കാർഡിയക് അരിത്മിയാസ് ഒക്കെ വരും. എന്ന് പറഞ്ഞ സാധനയെ ഒഴിവാക്കുന്നതാണ്. അപ്പോൾ കഴിക്കാതിരുന്ന ഒന്നും സംഭവിക്കില്ല ഈ കോണ്ടെക്സ്റ്റ്. അതുപോലെ തന്നെ ഈ ചില ശീലങ്ങൾ ഉണ്ടാവും. ആ ശീലങ്ങൾ കാരണം നമ്മുടെ ഈ കിഡ്നി ഡിസീസ് അല്ലെങ്കിൽ എന്ത് രോഗങ്ങളും കൂടുന്ന ശീലങ്ങൾ, അത് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും? നമ്മൾ പലപ്പോഴും ഏറ്റവും അധികം സന്തോഷം കിട്ടുന്ന കാര്യം ആരെടുത്ത് ചോദിച്ചു കഴിഞ്ഞാലും നമ്മുടെ ഒരു മലബാർ റീജിയനിൽ ചോദിച്ചാൽ ഭക്ഷണം കഴിക്കുമ്പോഴാണ്. അപ്പൊ അമിതമായി ഭക്ഷണം കഴിക്കുക. നമ്മളിപ്പോൾ ഭക്ഷണം കഴിക്കുക പലപ്പോഴും പണ്ട് വീട്ടിൽ നിന്നാണ് കഴിക്കുന്ന വെച്ചാൽ ഇപ്പൊ വീട്ടിൽ ഭക്ഷണം കഴിക്കുന്ന ഒരു വീക്കെൻഡിൽ ആരും കാണാത്ത ലെവലാണ്. ആരും കാണില്ല. എവരിബഡി കോഴിക്കോട് ഫുൾ ഫുഡ് ഹബ്ബാവുണ്ട്. അപ്പോ അവിടെയൊക്കെ ഓരോരോ സ്ഥലത്തും ഉപയോഗിക്കുന്ന സാധനങ്ങളും കണ്ടന്റും സാധനങ്ങളൊന്നും നമുക്ക് അവെയർ അല്ല. അതുകൊണ്ടുള്ള സൈഡ് ഇഫക്റ്റും അതുകൊണ്ടാണ് ഈ അസുഖം വന്നതൊക്കെ ചിലപ്പോൾ 10 കൊല്ലം കഴിഞ്ഞാൽ പലതരത്തിലുള്ള പേരുകളുള്ള കിഡ്നി ഡിസീസ് വന്നിരിക്കാം. ഏത് ഇന്ന സാധനങ്ങൾ കഴിച്ചപ്പോൾ എന്നത് വന്നു എന്നൊക്കെ ഇപ്പൊ നമുക്ക് പറയാനില്ല. പല അസുഖങ്ങളും കൂട്ടാൻ നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നാണ്. കാരണം വെച്ചാൽ ലൈഫ് സ്റ്റൈൽ ഡിസീസ് എല്ലാം കൂടി. നമ്മളിപ്പോ 50 വയസ്സ് കാണുന്നതൊക്കെ 25 വയസ്സ് കാണും. മീൻസ് വയസ്സായി എന്നർത്ഥം. 25 വയസ്സാകുമ്പോൾ തന്നെ 50 വയസ്സിന്റെ തേയ്മാനം വന്നു എന്നർത്ഥം. അതുകൊണ്ടാണ് നമുക്കത് വരുന്നത്. സോ ഒരു സിംഗിൾ ഫാക്ടർ പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ചിലപ്പോൾ ഭക്ഷണം തന്നെ ആവാം നമ്മളെ എന്താ പറയാ അങ്ങോട്ട് തള്ളി വിടുന്നത്. അല്ല, ഏത് സപ്ലിമെന്റ് നമ്മൾ എടുക്കുകയാണെങ്കിലും ഒരു ബേസിക് ഒരു പ്രോട്ടീനിലേക്കും ക്രിയാറ്റിനൊക്കെ നോക്കുന്നത് വളരെ നല്ലതാണ്. ഇപ്പോൾ കാരണം വെച്ചാൽ നമ്മുടെ മസിൽ മാസ് ഭയങ്കര ബൾക്കാണെങ്കിൽ നമുക്ക് ക്രിയാറ്റിൻ ചെക്ക് ചെയ്താൽ കുറച്ച് അപ്പർ ലിമിറ്റിൽ കാണും. അതിന്റെ അർത്ഥം അത് കിഡ്നി ഡിസീസ് ഉണ്ടെന്നല്ല. ഒരു ബേസ് ലൈൻ ടെസ്റ്റ് ക്രിയാറ്റിനും പ്രോട്ടീൻ ലീക്കും ഒക്കെ നോക്കി ഈ സാധനങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് തെറ്റേ ഇല്ല. വളരെ നല്ല കാര്യം. നമുക്ക് കൺഫ്യൂഷൻ വരില്ല. പിന്നെ ഒന്നുകൂടെ കാണുന്ന വെച്ചാൽ നമ്മൾ ജിമ്മിൽ ആദ്യമായിട്ട് പോയി, അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു പോയിന്റ്. എക്സേർട്ട് ചെയ്യുമ്പോൾ നമ്മള് എന്താ വെച്ചാൽ ന്യൂ ഇയർ റെസൊല്യൂഷൻ എടുത്തു ജിമ്മിൽ പോവാണ്. അപ്പോൾ ജിമ്മിൽ പോയിട്ട് ഫസ്റ്റ് ദിവസം തന്നെ എല്ലാ ഇതിലേക്കും ഒന്ന് കയറി ഇറങ്ങാന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഡേഞ്ചറസ് ആണ്. ഇത് നമ്മൾ അതും ഈ ജിമ്മിൽ പോയി വന്നിട്ട് കിഡ്നി ഫെയിലിയർ ആയിട്ട് വരുന്ന ആൾക്കാരുണ്ട്. ചില അൺഅക്കസ്റ്റംഡ് ആയിട്ടുള്ള ഒരു എക്സേഷനും ഒരു ആക്ടിവിറ്റി ഒക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മൾ മസിൽസ് ട്യൂൺഡും ആയിരിക്കില്ല ഇത്രയും എക്സർസൈസ് ചെയ്യാനായിട്ട്. അപ്പോൾ ആദ്യത്തെ ഒരു ആവേശത്തിൽ പോയിട്ട് നല്ലോണം എല്ലാം വർക്കൗട്ടൊക്കെ ചെയ്ത് ഒരു 3 or 4 days ആകുമ്പോഴത്തേക്കും കിഡ്നി ഫെയിലിയർ ആയിട്ട് വന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അത് ബേസിൽ എന്താ സമയം വെച്ചാൽ നമ്മുടെ മസിൽ ബ്രേക്ക് ഡൗൺ ആവുകയാണ്. അപ്പോൾ എപ്പോഴും സ്ലോ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുക, സ്റ്റഡി ആയിട്ട് ബിൽഡപ്പ് ചെയ്തിട്ട് ആ പീക്കിലേക്ക് എത്തിക്കുക. അത് ഇമ്മീഡിയറ്റ് പോയ ഉടനെ ഹൈ ഇന്റൻസിറ്റി വർക്കൗട്ട്സ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ മസിൽ ബ്രേക്ക് ഡൗൺ ആവും. റാപ്പിഡോമയോലൈസിസ് എന്നാണ് നമ്മൾ പറയാം. അപ്പോൾ മസിൽ ബ്രേക്ക് ഡൗൺ ആവും, മസിലുള്ള പിഗ്മെന്റ് വന്ന് കിഡ്നിയിൽ അടയും, കിഡ്നി അടഞ്ഞ് കിഡ്നി ഫെയിലിയർ ആവും. അങ്ങനെയും പേഷ്യൻസ് വരാറുണ്ട്. കേസ് റിപ്പോർട്ട്സ് 2 വർഷം മുമ്പ് ഒരു ജിമ്മിൽ തന്നെ ട്രെയിനർ ആയിട്ടുള്ള ഒരാള്, പുള്ളി കുറച്ചു കാലമായിട്ട് ഉണ്ടായിരുന്നില്ല, ബീച്ചിലൊരു ഒരു മാരത്തോൺ ഫിറ്റ്നസ് ചാലഞ്ച് നടത്തി എത്തിയപ്പോ തന്നെ ചാലഞ്ചിലൊക്കെ പങ്കെടുത്ത് ഭയങ്കര തകർത്ത് 3 ദിവസമായപ്പോഴത്തേക്കും വന്ന് അഡ്മിറ്റ്. കംപ്ലീറ്റ് മേലുവേദന ഫുൾ നോക്കി. അപ്പൊ മൂത്രം കുറഞ്ഞു, ക്രിയാറ്റിൻ 4.5 വരെ എത്തി. എന്തോ ഭാഗ്യത്തിന് ഡയാലിസിസ് ഇല്ലാണ്ട് കഴിച്ചിലേക്ക് കുറച്ചായിട്ട് ഔട്ട് ഓഫ് ടച്ച് ആയിരുന്നു. വാമപ്പ് ഇല്ലാണ്ട് പോയിട്ട് ഫിറ്റ്നസ് ചാലഞ്ചിൽ പങ്കെടുത്തു. കംപ്ലീറ്റ് മസിൽ ബ്രേക്ക് ഡൗൺ, ഫുൾ മസിൽ ഇഞ്ചുറി. മീൻസ് കാണാനൊന്നുമില്ല, പക്ഷെ ഒരു നല്ല ബോഡി പെയിൻസ് ആയിട്ട് നോക്കുമ്പോൾ നമ്മൾ യൂഷ്വലി മസിൽ ഇഞ്ചുറിക്ക് ടെസ്റ്റ് ചെയ്യുന്ന ഒരു ടെസ്റ്റ് ഉണ്ട്, CPK ലെവൽസ്. CPK ഭയങ്കര ഹൈ ആയി. കിഡ്നി ഫെയിലിയർ വന്നു. പിന്നെ ഒരു 1 വീക്ക് കൊണ്ട് റിക്കവർ ചെയ്തു. കെയർഫുൾ ആവണം. വാമപ്പ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. വാമപ്പ് ഡോക്ടർ പറഞ്ഞ ന്യൂ ഇയർ റെസൊല്യൂഷനിൽ വരുന്ന ഞങ്ങൾക്ക് ജനുവരി ഫെബ്രുവരിയിലാണ് അങ്ങനത്തെ ഗ്രൂപ്പ് വരിക. അത് കഴിഞ്ഞാൽ പിന്നെ അവരെല്ലാവരും നിർത്തും.